വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതായത് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന UAE വെച്ച് സമ്മേളിച്ചിരിക്കുന്നു. അതല്ല വാർത്ത ഞെട്ടിപ്പിക്കുന്നത്. അവിടെ വന്ന അവരുടെ ഒരു പ്രധാന അതിഥി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതാണ് നമ്മളെ ഞെട്ടിപ്പിച്ചത്. അപ്പോൾ ഈ മലയാളികളായിട്ടുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമല്ലേ നടത്തിയത്? തീർച്ചയായിട്ടും മുഴുവൻ മലയാളികൾക്കും നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് UAE നടന്നിരിക്കുന്നത്. നാണക്കേടും മാനക്കേടും അല്ല, ദേശവിരുദ്ധ പ്രവൃത്തിയാണ്. അതാണ് അങ്ങ് ആ പറഞ്ഞ നാണക്കേടും മാനക്കേടും ഒക്കെ നമുക്ക് സഹിക്കാം. ഇത് അതിനേക്കാൾ ഉപരി മലയാളി നമ്മൾ പാടുന്നത് എന്താ? ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നൊക്കെയാണ് നമ്മൾ പാടുന്നത്. അങ്ങനെ പാടുന്ന ആ മലയാളിയുടെ മുഴുവൻ മലയാളികളുടെയും അന്തസ്സും ആത്മാഭിമാനവും രാജ്യസ്നേഹവും ഒക്കെ ഇടിക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മെയ് 25-ാം തീയതി UAE പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ നടന്നത്. ആ പാക് എംബസിയുടെ സഹായത്തോടു കൂടി ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. ആ ചടങ്ങ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി BTech അലുമിനി അസോസിയേഷൻ എന്നാണ് ആ സംഘാടകരുടെ പേര്. അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ BTech കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ അവർ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതാണ് ഈ അലുമിനി അസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ കൃത്യമായിട്ടും ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധനും പാക് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നവനും സർവോപരി ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ചുട്ട മറുപടി കൊടുത്തപ്പോൾ ഇന്ത്യയെ തോൽപ്പിച്ചു എന്ന വ്യാജ പ്രചാരണം പാകിസ്ഥാനിലെമ്പാടും നടത്തുകയും ചെയ്ത, അതിന് ചുക്കാൻ പിടിച്ച ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയെയാണ് മുഖ്യാതിഥിയായിട്ട് അവിടെ വിളിച്ചുകൊണ്ടുവന്നത്. ഇതാണ് അവിടെ നടന്നത്. ഷാഹിദ് അഫ്രീദി നമുക്കറിയാം. ഈ കൃത്യമായിട്ടും നമ്മുടെ രാജ്യത്തെ പ്രതിനിധികൾ 7 സംഘങ്ങളായിട്ട് തിരിഞ്ഞ് ലോകം മുഴുവനും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വേണ്ടി വന്നു? എങ്ങനെയാണ് ഞങ്ങളത് ചെയ്തത്? അതുകൊണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ? റിയാദിൽ ET മുഹമ്മദ് ബഷീറാണ് വിശദീകരണം നടത്തുന്നത്. അതെ, വിശദീകരണം നൽകാം. അസാസുദ്ദീൻ ഒവൈസിയാണ് മറ്റൊരാൾ. അതുപോലെ ജോൺ ബ്രിട്ടാസ് പോകുന്നു, ശശി തരൂർ പോകുന്നു. അറിയപ്പെടുന്ന BJP നേതാക്കളൊന്നുമല്ല പോകുന്നത്, മുഴുവനും പ്രതിപക്ഷ കക്ഷികളാണ്. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അല്ല, പ്രതിപക്ഷ നിരയിലുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മുഴുവൻ. അതെ, അവരാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ഭീകരതയെ നമ്മൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാക് അനുകൂല ഒരു നിലപാടുമായിട്ട് അതും മലയാളികൾ രംഗത്ത് വന്നിരിക്കുന്ന, മുഴുവൻ മലയാളികളുടെയും അഭിമാനത്തിൻ്റെ നെറുകയിൽ തന്നെ കാർക്കിച്ചു തുപ്പുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ അവിടെ ഇത് വാസ്തവം പറഞ്ഞാൽ ഇത് പാക് ചാര സംഘടനയായ ISIയുമായി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണ് എന്ന് പോലും സംശയിക്കപ്പെടുന്നുണ്ട്. UAEയിലാണ് നടന്നിരിക്കുന്നത്. UAEയിലെ പാക് എംബസിക്ക് അതിൽ വലിയ പങ്കുണ്ട്. അവർ കൊടുത്ത ഹാള്, പാകിസ്ഥാൻ അസോസിയേഷൻ ഹാൾ എന്ന് പറയുന്ന അവർ പ്രൊവൈഡ് ചെയ്ത ഒരു ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഷാഹിദ് അഫ്രീദിയെ ഈ മലയാളികളായ ഇതിൻ്റെ സംഘാടകർ, ഭാരവാഹികൾ പോയി ക്ഷണിച്ചു കൊണ്ടുവരുന്നതും സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റുന്നതും, അതും ചെണ്ടമേളം അടിച്ച് പരമ്പരാഗത രീതിയിൽ കേരളം എങ്ങനെയാണ് ഈ സ്വീകരണമൊക്കെ നമ്മളറിയാമല്ലോ. പുതിയ ഒരു സ്ഥാപനം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാപാരശാല ആരംഭിക്കുന്നു, അവിടെ വലിയ ചെണ്ടമേളവും ആഘോഷവും ഒക്കെ ഉണ്ടാവും. അതുപോലെ ചെണ്ടമേളം മുഴക്കിയാണ് ഷാഹിദ് അഫ്രീദിയെ വേദിയിലേക്ക് സ്വീകരിച്ചത് ഈ ഭാരവാഹികൾ ചേർന്ന്. ആ ഭാരവാഹികളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ പാക് എംബസിയുടെ മനസ്സറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. ഇപ്പോൾ സംഘാടകർ പറയുന്നത്, ഞങ്ങൾ അറിഞ്ഞില്ല, അവിടെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഷാഹിദ് അഫ്രീദി ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു, വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ അല്ല
എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വേദിയിലേക്ക് ഷാഹിദ് അഫ്രീദി, അതുപോലെ തന്നെ ഉമർ ഗുൽ, ഈ ഉമർ ഗുല്ലും ഒരു ക്രിക്കറ്ററാണ്, നമുക്കറിയാം, ഒരു ഫാസ്റ്റ് ബോളറാണ്. ഈ ഉമർ ഗുല്ലിനെയും വേദിയിലേക്ക് ഹർഷാരവത്തോടുകൂടി പിന്നെ വലിയ ചെണ്ടമേളമൊക്കെ മുഴക്കി ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന കാഴ്ചയാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇത് ഈ മലയാളികൾ, ഈ സംഘടനയുടെ പേര് ക്യൂബ എന്നാണ്, CUBAA, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ എന്നാണ്, പറ്റിയ പേരാണ് ഇട്ടിരിക്കുന്നത്, ക്യൂബ. അതുകൊണ്ട് ഇത് ഈ വളരെ പണ്ടേ ഈ അന്തംഗമ്മികളും ജിഹാദികളും ഒരുമിച്ചാണല്ലോ യാത്ര. അത് നമുക്ക് ലോകം മുഴുവനും അങ്ങനെയാണ്, നമുക്കതറിയാമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഈ സദാം ഹുസൈനെയും യാസർ അറാഫത്തിനെയൊക്കെ പിടിച്ച് പിന്നെ ഇവിടെ കേരളത്തിലെ പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രത്തോടൊപ്പം അവരുടെ ചിത്രമൊക്കെ വെച്ച് ഫ്ലെക്സ് അടിക്കുന്ന പാരമ്പര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇതൊരു സത്യത്തിൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം കമ്മികൾ എവിടെ പോയാലും കമ്മിത്തരം കാണിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും ഈ ഒരു സംഭവം ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ രൂക്ഷമായ ആക്രമണമാണ് ഈ ക്യൂബയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഇവരുടെ വിസ, ഇവരുടെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദ് ചെയ്യണം. ഇവരെ ഒരു കാരണവശാലും ഇനി ഇവർ നാട്ടിലേക്ക് തിരിച്ചു വരിക, അങ്ങനെ ഒരു ആവശ്യം ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ആവശ്യം സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇത് മെയ് 25-ാം തീയതി നടന്ന സംഭവം. ഇന്ന് മെയ് 31 ഇന്നത്തെ തീയതി. ഈ കഴിഞ്ഞ 6 ദിവസം ഇതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മിണ്ടിയില്ല. ഇത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ ശക്തമായിട്ട് പുറത്തു വരികയും വൈറലാകുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ സംഭവം അറിയുന്നതും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതും. ഇന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ ഇത് മെയ് 25-ാം തീയതി തന്നെ നടന്നു. വളരെ കൃത്യമായിട്ട് ഇതിൽ സംഘാടകരുടെ ചിലരുടെയൊക്കെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ആദർശ് നാസർ, പിന്നെ ഒരു വിവേക് ജയകുമാർ, പിന്നെ ഒരു മോജിത് മോഹൻദാസ്, റിസ്വാൻ മൂപ്പൻ, റമിൻ മുഹമ്മദ് അലി എന്നീ പേരുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇത് നമ്മളാരും പറയുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ക്യൂബ ഭാരവാഹികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉൾപ്പെടെയാണ് എടുത്ത ആൾക്കാർ ഇത് പുറത്തു വിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നിരുത്തരവാദപരമായി സ്വന്തം രാജ്യത്തിനോട് യാതൊരു ആഭിമുഖ്യവുമില്ല, പാരമ്പര്യത്തിനോടും സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാനത്തിനോടും സർവോപരി 25 നിരപരാധികളായ മനുഷ്യരെയാണ് കൊലപ്പെടുത്തിയത്. 25 സ്ത്രീകളുടെ മാംഗല്യവും ഇല്ലാതാക്കി, അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു, അവരുടെ ജീവിതത്തിൽ കൂരിരുൾ വീഴ്ത്തി. അല്ല, ഇപ്പോഴും പ്രധാനമന്ത്രി പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, തുടരും എന്ന് പറയുന്ന സാഹചര്യത്തിലാണ്. വാസ്തവത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ കേരളത്തിലാണ് നടത്തേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഈ ഒളിച്ചിരിക്കുന്ന ഈ രാജ്യദ്രോഹികളെ കണ്ടെത്തുകയും അവരെ മുച്ചൂടും നശിപ്പിച്ച് വേരറുത്ത് അതിനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. ആ നാരായ വേര് കണ്ടുപിടിച്ച് അതിനെ ആസിഡിൽ മുക്കി നശിപ്പിച്ച് കളയണം എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. അത് ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും ശരി, മലയാളികളെ മുഴുവനും നാണം കെടുത്തുന്ന, മലയാളികളുടെ വിപ്ലവ വീര്യം, മലയാളികളുടെ ദേശസ്നേഹം, മലയാളികളുടെ ആത്മാഭിമാനം ഒക്കെ നശിപ്പിക്കുന്ന കുറേ അലവലാദികൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അവർ കേരളത്തിന് പുറത്തു പോയും ഈ രാജ്യത്തിനെതിരെ, നമ്മുടെ രാഷ്ട്രത്തിനെതിരെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. എന്തായാലും നമുക്ക് മലയാളിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി കഴിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഒരു കാരണവശാലും ഈ ശത്രുരാജ്യത്തിനോട് സന്ധി ചെയ്യുന്ന, അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന, അത് ഏത് സംസ്ഥാനത്തുള്ളവനായാലും ശരി, ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും ശരി, അവരെ വെറുതെ വിടരുതെന്നാണ് നമ്മൾ മലയാളികൾക്ക്, ആത്മാഭിമാനമുള്ള ദേശസ്നേഹമുള്ള മലയാളികൾക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഇതിനെതിരെ ഒരു നിയമ നടപടി അത്യാവശ്യമാണ്. ഇതിനെതിരെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയും ഇവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കുകയും ചെയ്യുക. ഇവർ ഇനി ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ ഇവരെ അനുവദിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.